ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളെ രാത്രിക്കത്തെ ഒരു ഡിന്നറിനുണ്ടാക്കിയ ഫുൾ മെനു ആണ് കേട്ടോ. അപ്പോൾ അതിലുള്ള മൊത്തം ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ദുനിയാവ് റെസ്റ്റോറൻറ്റ്, തലശ്ശേരിയുള്ള ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് ദുനിയാവ് റെസ്റ്റോറൻറ്റ്. അവിടെയുള്ള ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സായിപ്പ് കൊഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സലോ കിച്ചണിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാനും അവിടെ പോയിട്ട് ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയുന്നത് അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് വിചാരിച്ചു, അത് ആരും ഇതുവരെ യൂട്യൂബിലൊന്നും ചെയ്തിട്ടും കണ്ടിട്ടില്ല, ആർക്കും അറിയേയില്ല റെസിപ്പി. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ വടകര സ്പെഷ്യലായിട്ടുള്ള ഒരു ചപ്പാത്തിക്കൊക്കെ കൂട്ടുന്ന ഒരു ഉള്ളി തക്കാളി കക്കം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറന്നുകൊണ്ടേ. അപ്പോൾ ഈ ഒരു സായിപ്പ് കൊഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള കൊഞ്ചാണ് ഇവിടെ എടുത്തത്. അപ്പോൾ തല ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ വാലിൻ്റെ ഒരു ചെറിയ പീസ് അവിടെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാനവിടെ ദുനിയാവ് റെസ്റ്റോറൻറ്റ് പോയപ്പോൾ ഈ ഒരു സൈസ് ഒന്നല്ല കേട്ടോ, വലിയ നമ്മൾ എന്താ പറയുക ടൈഗർ പ്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെ ഒരു ഏകദേശം ഒരു 250 ഗ്രാമൊക്കെ വരുന്ന രീതിയിലുള്ള ആ ഒരു വലുപ്പത്തിലുള്ള കൊഞ്ചാണ് നമുക്ക് അവിടെ നിന്ന് തന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ദുനിയാവ് റെസ്റ്റോറൻറ്റിൽ ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ പോയി നോക്കിയാൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വാങ്ങിയാൽ നല്ല ടേസ്റ്റിയാണ്, ഉറപ്പുള്ള സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നമ്മളെ ഇഞ്ചി അരച്ചതും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത്രയും മതി കേട്ടോ, കുറച്ച് മതി. 1/2 കിലോയാണ് ഞാൻ കൊഞ്ചെടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചല്ലോ. ആ പാൻ അവിടെ വെച്ചിട്ടേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആ ഒരു കൊഞ്ചിലേക്ക് വേണ്ടി ഉപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊന്ന് കലക്കിയെടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു 3 ടേബിൾ സ്പൂണ് പാലും കൂടെ ഒഴിച്ചിട്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സായിപ്പ് കൊഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇതൊരു സ്റ്റാർട്ടറായിട്ടാണ് അവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സ്റ്റാർട്ടറായിട്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പം വലിയ ടൈപ്പ് കൊഞ്ചം വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. ആ വലിയ ടൈപ്പ് കൊഞ്ച് 2 എണ്ണമാണ് ഒരു പ്ലേറ്റിൽ അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അവിടെ നിന്ന് തിന്നപ്പോൾ എന്താ പറയുക പൊള്ളി സാധനം എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാനത് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതേ സമയം തന്നെ വേറൊരു പാൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചതാണിത്. 2 വലിയ സൈസ് ഉള്ളിയാണ് കേട്ടോ, അത് ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് വടകരത്തെ ഒരു ഉള്ളിക്കക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നമ്മളെ ചെമ്മീൻ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല. അപ്പോൾ ലേശം ഒരു പച്ചക്കറിവേപ്പില ഞാനിപ്പോൾ അതിൻ്റെ മേലിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എണ്ണയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഉള്ളിൻ്റെ കക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകണ വരെ നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. കരിഞ്ഞു പോകരുത്, നല്ല സോഫ്റ്റായിട്ട് വാടി വരണം. അപ്പോൾ നമ്മളെ ചെമ്മീൻ ഇവിടെ ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ട്. 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റൊക്കെ മാക്സിമം ആണ് കേട്ടോ, അത്ര വേവേണ്ടിയുള്ളൂ. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ ചെമ്മീൻ അങ്ങനെ അധികം വേവില്ല. അപ്പോൾ അത് 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമമാണ്. അപ്പോൾ ഞാനൊരു ഭാഗം ഒന്ന് ആയിന്ന് കണ്ടപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ഭാഗം ഒരു 1-2 മിനിറ്റ് നേരം ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്ന തേങ്ങാപ്പാലും ഈ ഒരു വെളിച്ചെണ്ണയും മാത്രമാണ് വരിക. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു സോസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര അത്രയും ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ ഈ ഒരു ദുനിയാവ് റെസ്റ്റോറൻറ്റിൽ ആർക്കെങ്കിലും വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് ഇത് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെയിം സാധനം തന്നെയാണെന്നുള്ളത്. അപ്പോൾ അത് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉള്ളിലേക്ക് വേണ്ടി ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ പെട്ടെന്നൊന്ന് വാടി കിട്ടും, അതിന് വേണ്ടി ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ കിടന്ന് ഇത് ചെറുതായിട്ടൊന്ന് മുരിയാൻ തുടങ്ങി. ഇതിങ്ങനെ മുരിഞ്ഞ കളറൊന്നും മാറാൻ പാടില്ല. ജസ്റ്റ് 1-2 മിനിറ്റ് നേരം ആ ഒരു വെളിച്ചെണ്ണയിലൊന്ന് സോട്ട് ചെയ്താൽ മതി കേട്ടോ. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ, കളറൊന്നും മാറരുത്. അപ്പോൾ അതാ കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് സോട്ടായിട്ടുണ്ട്. ഇതിലിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കണ്ടില്ല, നല്ലൊരു കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഇതായിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ, ആ ബാക്കി തേങ്ങാപ്പാൽ ഇതൊരു 3/4 കപ്പോളപ്പുണ്ട്. 3/4 കപ്പിൽ ഏകദേശം 1 കപ്പാണ് ഞാനിപ്പോൾ എടുത്തത്. അതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ച് കുറുക കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെയാണ് മാക്സിമം. ഇത് തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഇത് കുറുകി വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. തിളയ്ക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഇത് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല കട്ടിയായിട്ട് വരികയാണ് ചെയ്യുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണേ.
അപ്പോൾ അത് കണ്ടോ ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് തന്നെ ഇതിനൊരു കട്ടി വരാൻ തുടങ്ങി. ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഒരു 2 മിനിറ്റ് നേരം തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ആ ഒരു സോസ് അങ്ങ് കുറുകി വരും. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഒന്ന് കുറുകട്ടെ കേട്ടോ. അത് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കുറുകട്ടെ. ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റൊക്കെ നോക്കുക, ഉപ്പൊക്കെ റെഡിയല്ലേ എന്നുള്ള. അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് ഫ്ലേവറൊന്നും ഇതിൽ വരാനില്ല. നല്ലൊരു വെളിച്ചെണ്ണൻ്റെ ഫ്ലേവറും ഈ ഒരു തേങ്ങാപ്പാലുമാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. നല്ല കൊഞ്ചൻ്റെ ടേസ്റ്റും. അപ്പോൾ അത് നമ്മളെ ഉള്ളി ഇവിടെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. കണ്ടോ ഉള്ളിയൊക്കെ നല്ല എന്താ പറയുക അട്ട ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു പകുതി ആയിട്ടുണ്ട്. നല്ലോണം വാടിയിട്ടുണ്ട്. അതിലേക്കൊരു 2 തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ. 2 എടുത്തിട്ടുള്ളൂ. അതൊന്ന് വലുതാക്കിയിട്ട് തന്നെയാണ് മുറിച്ച് വെച്ചത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതാണുള്ളത്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകണം, ആ ഒരു തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ അത് നമ്മൾ ആ ഒരു തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അത് കുറുകാൻ തുടങ്ങി. അപ്പോൾ കണ്ടോ നന്നായിട്ട് കുറുകി വരുന്നു. അപ്പോൾ ഈ ഒരു സോസ് കുറച്ചും കൂടെ ഒന്ന് കുറുകണം. ഇതിപ്പോൾ കുറുകി കിട്ടാനുള്ള ടൈമാണ് ഞാൻ പറഞ്ഞത്. 2 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുറുകും. അതവിടെ കത്തിച്ച് വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമാക്കി വെച്ചാൽ മതി. അപ്പോൾ അത് കണ്ടോ ഒന്നും കൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. നല്ലൊരു ക്രീം കളറാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. വേറൊരു കളറും ഇതിൽ വരാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു എന്താ പറയുക, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കളറും ഈ ഒരു ചെമ്മീൻ്റെ കളറും ആ ഒരു കളറാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു സായിപ്പ് കൊഞ്ച് എന്നുള്ള പേര് ചിലപ്പോൾ ഇട്ട് കൊടുത്തതും. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിലാണ്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ഇത് മതി, ഇത്രയും മതി, അധികം വറ്റിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതിന് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ആ മസാലക്കുള്ള. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയും 1/2 ടീസ്പൂണ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി പോകാൻ പാടില്ല, കുറച്ച് മതി, ഒന്ന് പേരിന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് അവിടെ നിന്ന് ആവട്ടെ. അപ്പോൾ നമ്മൾ ആ ഒരു സായിപ്പ് കൊഞ്ച് ഞാനിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി മഞ്ഞൾപ്പൊടി, അത്ര ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും അതും ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഈ 3 പൊടി അതിലേക്ക് ആവശ്യമുള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇത് 3 കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ പൊടിയൊന്ന് വാടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചച്ചോയൊക്കെ മാറണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയാണ് കേട്ടോ. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈ ആണ്. ഇതിലേക്ക് ചിക്കനോ മീനോ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇത് ലൂസാകുമൊന്നുമില്ല. ഇത് തിളയ്ക്കുന്ന സമയത്ത് അപ്പം തന്നെ അത് കുറുക്കും കേട്ടോ. ഇതൊന്ന് തിള വന്നാൽ മതി, അപ്പം തന്നെ അത് കുറുകി വരും. അല്ലാണ്ട് ഇത് തിളപ്പിച്ച് വറ്റിക്കാനൊന്നും നിൽക്കണ്ട, അപ്പം തന്നെ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. തിളച്ചപ്പോൾ കണ്ടോ ആ ഒരു വെള്ളം നീല് കാണൂല. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ ഒരു അടിപൊളി ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും കൂട്ടിയിട്ടുള്ള നമ്മളെ ഫ്രൈ. ഈ ഫ്രൈക്ക് ഇവിടെ പറയുന്ന പേരാണ് കക്കെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്തത് മൂലപ്പത്തിരി, നമ്മളെ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുഴക്കിനെ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയാമല്ലോ, ഗോതമ്പ് പൊടിയാണ് എടുത്തത്, ഉപ്പും വെള്ളവും, വേറെ ഒന്നും ഇതിൽ ഇട്ടിട്ടില്ല, ഓയിലൊന്നും ചേർത്ത് കുഴച്ചതല്ല കേട്ടോ. ഉപ്പും വെള്ളവും മാത്രമാണ് ഇതിൽ ചേർത്തത്, എന്നിട്ട് കുഴച്ച് വെച്ചതാണ്. അപ്പോൾ കുഴച്ച് വെച്ചിട്ട് ഒരു മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം, എന്നാലാണ് സോഫ്റ്റ് ആവുക. ഇനി ഇത് ഞാൻ വലിയൊരു ഉരുളെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വലിയ ഉരുളാക്കി പരത്തിയിട്ട് ഒന്ന് തന്നെ 4 ചപ്പാത്തി ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കല്. അപ്പോൾ ഈ ഒരു ഉരുളനെ കൊണ്ട് നമുക്ക് 4 ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മടക്കി ചപ്പാത്തി, നമ്മളെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കലില്ല. ഇതാണ് നമ്മളെ ചപ്പാത്തി എന്ന് പറയുന്നത് കേട്ടോ, സ്ക്വയർ ചപ്പാത്തി. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒന്ന് പരത്തിയതിൻ്റെ ശേഷം ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിക്കട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുക. എല്ലായിടത്തും ആക്കി കഴിഞ്ഞാൽ ചെറുത് ഒരു എന്താ പറയുക 2-3 നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുക. ഒന്ന് മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് 4ആയിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അത് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇത് തിരിച്ചും ഇങ്ങോട്ടേക്കും മടക്കുക. അപ്പോൾ ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ 4 ചപ്പാത്തിക്കുള്ള ഉരുളാണ് ഇപ്പോഴത് കേട്ടോ. ഈ മടക്കിയത് ഇതിനിപ്പോൾ ഞാൻ 4ആയിട്ട് മുറിക്കും. അപ്പോൾ 4 ചപ്പാത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ 4ആയിട്ട് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ക്രോസായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ 4 ചപ്പാത്തിയായി. അപ്പോൾ എളുപ്പമാണ് കേട്ടോ. നമ്മൾ കുറേ ആളൊക്കെ ഉള്ളിടത്തൊക്കെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഓരോന്നോരോന്ന് മടക്കി എടുക്കേണ്ടിയില്ല. ഇങ്ങനെ ആക്കിയിട്ട് ഉണ്ടാക്കുക. ഇത് തന്നെ 8 എണ്ണമൊക്കെ ആക്കി ഉണ്ടാക്കുന്നതും ഉണ്ട് കേട്ടോ. 8 എണ്ണമൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് ഓരോന്നും പരത്തിയിട്ടുണ്ട്. ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊന്ന് മേലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കുക. ഫസ്റ്റത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക.
എന്നിട്ട് അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വേവണ വരെ കാത്തിക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പെട്ടെന്നായി കിട്ടും കേട്ടോ. ചപ്പാത്തി പെട്ടെന്നാവണ സാധനമാണ്. അപ്പോൾ അത് അടിഭാഗം ഒന്നായിട്ടിട്ട് മേലെയും കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മടക്ക് ചപ്പാത്തി തിന്ന് ശീലമായാൽ പിന്നെ നമുക്ക് റൗണ്ടിലുള്ള ചപ്പാത്തി നമുക്ക് തിന്നാൻ കഴിയില്ല. ഞാനൊന്നും ഇത് തീരെ ഉള്ളത് ഒരു അഹങ്കാരമായിട്ട് പറയല്ല, നമുക്കൊന്ന് വട്ട ചപ്പാത്തി തീരെ പോകില്ല കേട്ടോ. എപ്പോഴും ചപ്പാത്തി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതാ ഫസ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം പൊള്ളിയൊക്കെ വരും. ഇതിന് ഞാൻ കാസറോളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് സ്പീഡിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടോ. ഇന്നിപ്പോൾ റെഗുലർ വ്യൂവേഴ്സിന് പുറമെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്കൊന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഞാൻ സ്പീഡാക്കി കാണിച്ചത്. ഇനിയിപ്പോൾ ഞാൻ കറികളൊക്കെ ഒന്ന് വിളമ്പാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വിളമ്പുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ വടകര സ്പെഷ്യൽ എന്ന് പറയുന്നത്. വടകര അല്ല, എല്ലായിടത്തും സ്പെഷ്യൽ തന്നെ ആയിരിക്കും. എല്ലായിടത്തും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണിത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ മീനോ ഒന്നും തന്നെ വേണ്ടിയില്ല. ഉള്ളിയും തക്കാളിയും മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് മുളക് പൊടി ഉണ്ടെങ്കിൽ സാധനം സൂപ്പറായി. അപ്പോൾ എന്തിൻ്റെ കൂടെയും കഴിക്കാനും പറ്റും കേട്ടോ. നമുക്ക് പത്തിരിൻ്റെ കൂടെയും ഒറോട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. പൂരിൻ്റെ കൂടെ വരെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ മെയിൻ ഐറ്റം സായിപ്പ് കൊഞ്ച്. അപ്പോൾ ആ ഒരു സായിപ്പ് കൊഞ്ചാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ദുനിയാവ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവർ സെർവ് ചെയ്തത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നീളത്തിലുള്ള ഒരു പ്ലേറ്റിലാണ് കേട്ടോ. അപ്പോൾ അവർ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു സെർവ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാബേജ് നല്ല ചെറുതായിട്ട് ഈ ഒരു സൈസിൽ മുറിച്ചിട്ട് അടിയിൽ പരക്കെ ഈ ഒരു ക്യാബേജ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ക്യാബേജിൻ്റെ മേലാണ് ആ ഒരു കൊഞ്ച് സെർവ് ചെയ്തത്. അപ്പോൾ ഞാനും ഇപ്പോൾ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ക്യാബേജ് തിന്നുമ്പം വരെ നമുക്ക് ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റും സോസിൻ്റെ ടേസ്റ്റുമാണ് വരിക. നല്ല ടേസ്റ്റാണ് ആ ഒരു ക്യാബേജിന് വരെ കേട്ടോ. ഞാൻ ഒറ്റ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം ഞാനവിടെ ദുനിയാവിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു കൊഞ്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ വലിയ കൊഞ്ചാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് 2 എണ്ണം വെച്ചിട്ടാണ് ഒരു സ്റ്റാർട്ടറായിട്ട് അവർ തന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മീഡിയം സൈസുള്ള കൊഞ്ച് വെച്ചിട്ടാണ് ചെയ്തത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറാണ്. അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കഴിച്ച ആൾക്കാരോട് ചോദിച്ചാൽ മതി. എന്നിട്ട് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് രണ്ടും സെയിം അല്ലേ എന്നുള്ളത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൂപ്പർ ടേസ്റ്റാണ്. അതേപോലെ തന്നെ ആയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ കേബേജിൻ്റെ മേലേക്കാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കേബേജിനും ഈ ഒരു ടേസ്റ്റാണ് വരിക. അപ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റാർട്ടർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിന് അങ്ങനെ ഒരു കേബേജിൻ്റെ മേലെ സെർവ് ചെയ്തിട്ടുണ്ടാവുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി സാധനമാണ് കേട്ടോ. അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും ഇതിൻ്റെ കൂടെ കൂട്ടണം എന്നൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സ്റ്റാർട്ടർ ആയതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ കൂടെ ഒരു ഫ്രൈ വേറെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രൈയും ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈയും ആണ്. അപ്പോൾ അവരവിടെ ഇത് ഡെക്കറേറ്റ് ചെയ്തത് കുറച്ച് ക്യാരറ്റും കുക്കുംബറും നീളത്തിൽ അരിഞ്ഞിട്ട് 2 സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സെയിം അതേപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പം വെച്ചാൽ അവരെ ആ ഒരു സെയിം സാധനം അവർ എന്താ പറയുക അത്രയും ഫേമസ് ആക്കിയൊരു ഡിഷ് ആയതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തത്. അപ്പം ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുക്കുംബറാണ് കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ചെയ്ത ഡെക്കറേഷൻ എന്ന് പറയുന്നത്. കുറച്ച് ക്യാരറ്റും കുക്കുംബറും മാത്രമാണ് വെച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഓരോ വെച്ച കൊഞ്ചെന്ന് പറയുന്നത് അതിൻ്റെ തലയൊക്കെ അങ്ങനെ എന്താ പറയുക അതിൻ്റെ നാരോട് കൂടി ഒന്നും പോക്കാണ്ട് നല്ല ഭംഗിയിൽ ഫുള്ളായിട്ടുള്ള കൊഞ്ചം വെച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ തലയൊക്കെ പോക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതായിരിക്കുമല്ലോ അതിൻ്റെ നാരൊന്നും പോക്കാണ്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഇത് കണ്ടല്ലോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സായിപ്പ് കൊഞ്ചാണിത്. അപ്പം കഴിക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. എന്താ പറയുക അത്രയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ 2 ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് വന്നതാണ് കേട്ടോ. എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ട്, ഷെമി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമായിരിക്കും. റെഗുലർ വ്യൂവേഴ്സിനൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് ഷെമി. അപ്പോൾ ഓനിപ്പോൾ ഇന്ന് വന്നതാണ്. ഓന് അഫ്സിൻ്റെ അടുത്ത് പോയതേനെ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ കയറിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ട്, അപ്പോൾ ഇന്ന് ഈ എന്നെ അത് തിന്ന് നോക്കുക, എന്നാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓന് കൊടുത്തതാണ്. ഓന് നല്ല ഇഷ്ടമായിട്ടുണ്ട്, സൂപ്പറാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫ്രൈയും ഇപ്പോൾ ഈ ഫ്രൈ പിന്നെ അവനെ അറിയുന്നതാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഫ്രൈ തന്നെയാണ്. ഞാൻ അവിടെ ജിദ്ദയിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം ഉണ്ടാക്കുന്ന സെയിം തന്നെയാണ് ഫ്രൈ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെറുതെ നമുക്ക് ബ്രെഡിന് വരെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഫ്രൈ എന്ന് പറയുന്നത് കേട്ടോ. സാധാ ബ്രെഡ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഓനും തിന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കും. ഇഷ്ടമായിരുന്നെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഒന്ന് തംസപ്പ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.